സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേൾക്കുന്നൊരു വാർത്തയാണിത്. സുനിത വില്യംസിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൃത്രിമ വസ്തുവാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998 മുതൽ 2011 വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരു ദിവസം 15 തവണ ഇത് ഭൂമിയെ വലം വയ്ക്കുന്നു. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ, മറ്റു 11 യൂറോപ്യൻ രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ ഗവേഷകരുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. ഇതിലെ ഗവേഷകർ പല സമയത്തായി മാറി വരുന്നു. ഇങ്ങനെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവരെ ആസ്ട്രോനട്സ് എന്ന് വിളിക്കുന്നു. നാസയ്ക്ക് ആസ്ട്രോനട്സിനെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുക എന്നത് തുടക്കത്തിൽ വലിയ ചിലവേറിയതും അതോടൊപ്പം മറ്റ് സാങ്കേതിക തടസ്സങ്ങളുമുള്ളൊരു പ്രശ്നമായിരുന്നു. 2003 നാസയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും ആസ്ട്രോനട്സിനെയും കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നതിന് 16 മിനിറ്റുകൾക്ക് മുമ്പ് അന്തരീക്ഷത്തിൽ വെച്ചത് കത്തിയമർന്നു. ഈ ദുരന്തത്തിലാണ് ഇന്ത്യൻ വംശജ കൽപ്പന ചൗള കൊല്ലപ്പെടുന്നത്. കൊളംബിയയുടെ ഇടതു ചിറകിന് സംഭവിച്ച തകരാറാണ് തകർച്ചയുടെ കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. ഇത് നാസയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ തിരിച്ചടിയായിരുന്നു. 2011 ആയപ്പോഴേക്കും റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റ് വഴി നാസ ആസ്ട്രോനട്സിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ തുടങ്ങി. 2014 അമേരിക്ക റഷ്യയുടെ സഹായമില്ലാതെ തന്നെ ആസ്ട്രോനട്സിനെ നിലയത്തിലെത്തിക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന പദ്ധതി ആരംഭിക്കുന്നു. അങ്ങനെ സ്വകാര്യ പങ്കാളിത്തത്തോടെ അമേരിക്കൻ ആസ്ട്രോനട്സിനെ നിലയത്തിൽ സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 2014 നാസ, ബോയിങ്, സ്പേസ് എക്സ് എന്നീ സ്വകാര്യ കമ്പനികൾക്ക് അവയുടെ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ബഹിരാകാശ യാത്രികരെ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമായ നിശ്ചിത കരാറുകൾ നൽകി. തുടർന്ന് എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി നാസ കരാർ ഒപ്പിടുകയും ചെയ്യുന്നു. 2019 സ്പേസ് എക്സ് കമ്പനിയുടെ ബഹിരാകാശ പേടകമായ ക്രൂ ഡ്രാഗൺ നിലയത്തിലേക്കുള്ള ആദ്യ പരീക്ഷണ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 2020 മനുഷ്യനെ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായി സ്പേസ് എക്സ് മാറി. അങ്ങനെ അമേരിക്കൻ ബഹിരാകാശ രംഗത്ത് സ്പേസ് എക്സ് മാത്രമായിരുന്നു ബഹിരാകാശ യാത്രികരെ നിലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏക സ്വകാര്യ വിമാന കമ്പനി. അങ്ങനെയിരിക്കെയാണ് ബോയിങ് എന്ന മറ്റൊരു സ്വകാര്യ കമ്പനിയുടെ കടന്നുവരവ്. സ്പേസ് എക്സിനോടൊപ്പം ബഹിരാകാശ യാത്രികരെ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നാസയുടെ മറ്റൊരു ദൗത്യമായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ മാറി. സ്റ്റാർലൈനറിന്റെ ആദ്യ ക്രൂഡ് പരീക്ഷണ ദൗത്യമായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ 5 സുനിത വില്യംസ്, ബച്ച് വിൽമോർ എന്നിവരടങ്ങുന്ന പേടകം സാങ്കേതിക തകരാറുകൾ മൂലം അതിന്റെ ആദ്യ 2 വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. തുടർന്ന് 2024 ജൂൺ 5 8 ദിവസത്തെ ദൗത്യത്തിനായി പേടകം അതിന്റെ കന്നി യാത്ര തിരിച്ചു. എന്നാൽ ജൂൺ 13 ഭൂമിയിലേക്ക് തിരിച്ചു വരാനിരുന്ന യാത്ര ഇപ്പോൾ നാസ മാറ്റിവെച്ചിരിക്കുകയാണ്. കേവലം 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടവർ മാസങ്ങളോളം നിലയത്തിൽ തങ്ങേണ്ടി വരുമെന്നാണ് നാസ പറയുന്നത്. സ്റ്റാർലൈനർ പേടകത്തിന് പറ്റിയ തകരാറാണ് ഇതിന് കാരണം. ഹീലിയം ചോർച്ചയും പേടകത്തിലെ ത്രസ്റ്ററുകളുടെ തകരാറുമാണ് പ്രശ്നമുണ്ടാക്കിയത്. ലിഫ്റ്റ് ഓഫ് മുതൽ സ്റ്റാർലൈനർ പേടകം തുടർച്ചയായി ഹീലിയം ലീക്കുകൾ, ത്രസ്റ്റർ തകരാറുകൾ, പ്രൊപ്പല്ലന്റ് വാൽവ് തകരാർ എന്നീ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. നിലവിൽ സ്റ്റാർലൈനർ പേടകത്തിന് 45 ദിവസം വരെ നിലയത്തിൽ ഡോക്ക് ചെയ്യാനാകും. അത്യാവശ്യമാണെങ്കിൽ ബാക്കപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് 72 ദിവസം വരെയും തുടരാം. ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം 45 നിന്ന് 90 ദിവസമായി നീട്ടുന്നത് പരിഗണിക്കുന്നതായി നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ പറഞ്ഞു. സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ നിലയത്തിൽ സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാസയും ബോയിങ്ങും ഇപ്പോൾ ന്യൂ മെക്സിക്കോയിൽ നടത്തുന്ന ഗ്രൗണ്ട് പരീക്ഷണങ്ങളുടെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമാകും ഇവരുടെ മടക്കയാത്ര. അതുകൊണ്ടാണ് ഇവരുടെ ദൗത്യത്തിന്റെ ദൈർഘ്യം ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. മടങ്ങിവരവ് വൈകുന്നത് ആശങ്കാജനകമല്ലെന്ന് ISRO മേധാവി S. സോമനാഥും ഉറപ്പു നൽകി. നാസയും ബോയിങ്ങും വളരെ ജാഗ്രതയോടു കൂടിയ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി ഒരുപക്ഷെ സ്റ്റാർലൈനർ പേടകം പ്രവർത്തനക്ഷമമായില്ലെങ്കിൽ ഇപ്പോൾ നിലയത്തിൽ ഡോക്ക് ചെയ്തേക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിൽ ഈ ആസ്ട്രോനട്സിനെ ഭൂമിയിലേക്ക് എത്തിക്കാനാകും. അതുകൊണ്ട് തന്നെ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ടില്ല. ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനത്തിന് ആശംസകൾ അറിയിക്കുന്ന സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരുടെ പുതിയ വീഡിയോ നാസ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. എല്ലാ ആസ്ട്രോനട്സും സുരക്ഷിതരാണെന്ന് നാസ ഉറപ്പു നൽകുന്നു.